ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഒരു തേങ്ങ അരച്ച് വെച്ച മത്തിക്കറിയാണ്, മാങ്ങ ഇട്ട് വെച്ച. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചട്ടിക്കകത്ത് ആദ്യം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ആ മിക്സിയുടെ ജാറിൻ്റെ അകത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകി നന്നായിട്ട് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല പുളിയുള്ള മാങ്ങ വേണം അതിൻ്റെ അകത്ത് ഇടാൻ, അപ്പോഴേ അതിൻ്റെ അകത്ത് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മാങ്ങ മൊത്തം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ 2 വേപ്പില തണ്ട് അതേപോലെ തന്നെ ഏറ്റവും പൊക്കത്തിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മൂടി വേഗട്ടെ, തിളക്കട്ടെ. ഒത്തിരി മൊത്തം മൂടുന്നില്ല, ഒരു ഇച്ചിരി ഗ്യാപ്പിട്ടാണ് മൂടുന്നത്. ഇത് കണ്ടോ, പിന്നെ എടുത്ത് നോക്കിയപ്പോൾ തിളയ്ക്കുന്നുണ്ട്. മൂടി വെക്കാം നമുക്ക്. ആ സമയത്ത് ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എണ്ണ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അത് കൈ കൊണ്ട് തന്നെ ചുമ്മാ ചട്ടി ഒന്ന് ഇതാക്കി യോജിപ്പിച്ചാൽ മതി. ഓക്കെ, ഞാനപ്പോൾ ആ സമയത്ത് വീടിൻ്റെ അകമൊക്കെ ഒന്ന് തൂക്കുന്നുണ്ട്. തൂത്ത് തീരാറാകുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയും റെഡിയാവും. അപ്പോൾ മാങ്ങ റെഡിയായിട്ടുണ്ട്, മാങ്ങാക്കറി മത്തിയിട്ട് വെച്ചാൽ. ഓക്കെ, ബൈ.